Hi dears, welcome back to my new video. നമുക്ക് ഇന്നൊരു വോൾ ഡെക്കർ ചെയ്താലോ? കുറഞ്ഞ ചിലവിൽ ഒരു വോൾ ഡെക്കർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ബേസ് ബോർഡ് കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്സ് വേണം. ഈ സ്റ്റിക്സ് ഞാൻ 25 എണ്ണത്തിന് 10 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. ഈ സ്റ്റിക്സിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വോൾ ഷെൽഫ് ഉണ്ടാക്കുന്നത്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എത്ര വേണമെങ്കിൽ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാവേ. ഞാൻ അത് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒട്ടിച്ചൊടിച്ചതിന് ശേഷം നമുക്കിതിനകത്ത് കളർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് കളർ ചെയ്തെടുക്കാവേ. ഞാനൊരു ബ്ലാക്ക് കളറാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് ഇതിന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാവേ. ഈ സമയത്ത് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ 5 രൂപ കടിയൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്ലേറ്റ് ഇല്ലേ, ഈ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരൊറ്റ പ്ലേറ്റേ ഉള്ളൂ കേട്ടോ. ഈ പ്ലേറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് എടുത്ത ബേസ് ബോർഡ് കഷ്ണത്തിൻ്റെ റൗണ്ടിനെ കാട്ടി കുറച്ച് വീതിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വന്ന പോർഷൻ ഇല്ലേ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു റൗണ്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഒരു മിറർ വർക്കിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ ഇതിനകത്ത് ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. ബാക്കി വന്ന പോർഷൻസ് ഞാൻ ഫുള്ളായിട്ട് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ കട്ട് ചെയ്തത്. കുഞ്ഞ് റൗണ്ട് ഷേപ്പും കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡിസൈൻ അനുസരിച്ച് തന്നെ കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഈ ബാലൻസ് വന്ന ഇതാണ് ആ പ്ലേറ്റിൻ്റെ. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാവേ. ഈ റൗണ്ട് ഷേപ്പ് തന്നെ ഫസ്റ്റ് ഞാനായിട്ടിത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ വോൾട്ടേക്കറൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആ ലെങ്തുള്ള ലൈൻ ആ സ്റ്റിക്കിനകത്തൊക്കെ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാവേ. ഇതൊരു വി ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ആ കുഞ്ഞ് സ്റ്റിക്കിനകത്തൊക്കെ ഞാൻ റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മിറർ വർക്കിൻ്റെ ഒക്കെ എഫക്റ്റ് കിട്ടും കേട്ടോ. മിറർ ഇല്ലാതെ തന്നെ നമുക്ക് മിറർ വർക്കിൻ്റെ ഒരു വോൾ ഡെക്കർ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ ഡെക്കർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ.